കോൺഗ്രസുമായി എനിക്ക് അകൽച്ചയോ? എന്ത്? അത് അസംഭവ്യം തന്നെ. കഴിഞ്ഞ 2 ആഴ്ചയുള്ള വിവാദങ്ങളെല്ലാം മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും താനെന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ എന്ന പതിവ് രാഷ്ട്രീയക്കാരുടെ ലൈൻ അങ്ങനെ തരൂരും ഏറ്റെടുത്തു കഴിഞ്ഞു. പരസ്പരം പോര് വിളിച്ചും വെല്ലുവിളിച്ചും തരൂരും കോൺഗ്രസ് നേതാക്കളും ഉണ്ടാക്കിയതുമെല്ലാം വെറും മാധ്യമ സൃഷ്ടിക്ക് അധീനമാണെന്നാണ് തരൂരിന്റെ വാദം. ഇത്രയും നാളും ഉണ്ടാക്കിയ പൊടിപ്പും തൊങ്ങലുകളും ഒറ്റത്തള്ളിൽ തരൂരങ്ങ് ഇല്ലാതാക്കി. പാർട്ടിക്ക് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ തനിക്ക് മറ്റു വഴികളുണ്ട് എന്ന് അദ്ദേഹം അടുത്തിടെ നടത്തിയ പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നു. വിവാദം തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് തരൂര് പറഞ്ഞത്. വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന പാർട്ടി യോഗത്തിൽ പങ്കെടുക്കും എന്ന് കൂടി തരൂർ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും നാളുണ്ടായ വിവാദങ്ങൾ ഒറ്റയടിക്ക് തള്ളിയത്. നിങ്ങൾ എല്ലാവരും പോഡ്കാസ്റ്റ് കേട്ടു. എന്തിനെ കുറിച്ചായിരുന്നു വിവാദം? എനിക്കിപ്പോഴും ആ വിവാദം മനസ്സിലായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ മുഴുവൻ പോഡ്കാസ്റ്റും കേട്ടു. നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് പറയാമോ? മറുപടി നൽകുന്നതിൽ എനിക്ക് സന്തോഷം തന്നെയുണ്ട്. ഇതൊരു പോഡ്കാസ്റ്റ് ആണ്. ജീവിതത്തെയും സന്തോഷത്തിന്റെ അന്വേഷണങ്ങളെയും കുറിച്ചുള്ള 45 മിനിറ്റ് സംഭാഷണം മാത്രം. രാഷ്ട്രീയ വിവാദങ്ങളെ കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അതിൽ പറയാനുമില്ല. പാർട്ടി യോഗം വെള്ളിയാഴ്ച വിളിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ പോലെ ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു തരൂരിന്റെ വാക്കുകൾ. LDF-നെയും മോദി സർക്കാരിനും വാഴ്ത്തുപാട്ടുകൾ നൽകി തരൂരിനെതിരെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വന്നതും സംഭവം നിൽക്കക്കളി ഇല്ലാതെ വന്നപ്പോൾ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചതുമെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയിരിക്കുകയാണ് തരൂര്. കേന്ദ്രമന്ത്രിക്കൊപ്പമുള്ള സെൽഫിയും തരൂരിന് ഇടതുപക്ഷത്തേക്കുള്ള ക്ഷണവും എല്ലാം നമ്മൾ കെട്ടിച്ചമച്ചതാണെന്നേ, എല്ലാം മായ. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. എന്തായാലും നിന്ന നിൽപ്പിൽ കാലുമാറുന്ന സ്ഥിരം രാഷ്ട്രീയക്കാരന്റെ തന്ത്രം അത് തരൂരും ഏറ്റെടുത്തിരിക്കുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണാം. All heard the podcast. What was the controversy about? I'd love to know. I still haven't understood this controversy, frankly, because now that you've heard the whole podcast, can you tell me what your question is? I'm very happy to respond, but I have not said anything that's particularly. It's a podcast. It's a 45-minute conversation about life and the pursuit of happiness. There's nothing there very much about any political controversy. So shall we move on? I'm going to go and see the poor ASHA workers who haven't been paid for. Come and see them. So we've heard the CPM extending an invitation. There is speculation that you're not very good terms with your party. No, there's a meeting the party has called on Friday. I'll be there with everyone else. Let's see. Okay. Thank you.